ഹലോ, ഇതൊരു ചെറിയ വ്ളോഗാണേ. ഇന്നൊരു നല്ലൊരു ഹോളിഡേ ആണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ഡ്രൈവിന് പോകാമെന്ന്. ഇത് കോട്ടൂരിൽ നിന്ന് നെയ്യാർ ഡാമിലേക്ക് ഡയറക്റ്റ് പോകുന്നൊരു റോഡാണേ. വീടുകൾ വളരെ കുറവാണ്, ചുറ്റും നല്ല പച്ചപ്പും കാഴ്ചകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഈ സിറ്റിയിലെ തിരക്കിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിനേക്കാളും എൻ്റെ ഹസ്ബൻഡിനായാലും എനിക്കായാലും ഇത്തരം യാത്രകളോടാണ് താല്പര്യം കേട്ടോ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നല്ല ഫ്രഷ് എയറൊക്കെയാണ് കേട്ടോ. ഇതാ കാണുന്നത് ഓപ്പൺ ജയിലാണ് കേട്ടോ. നെട്ടുകാൽ തേരി ഓപ്പൺ ജയിലാണ്. പിന്നെ ഇതാ ഈ സൈഡിൽ കാണുന്നതൊക്കെ ക്വാർട്ടേഴ്സുകളാണ്. ഇപ്പോൾ അതൊന്നും പ്രവർത്തന സജ്ജമല്ല കേട്ടോ. പിന്നെ എന്താ നല്ല ശബ്ദമാണ് കേട്ടോ. നല്ല കിളികളുടെയും ഒക്കെ ശബ്ദമാണ്. നല്ല സുഖമാണത് കേൾക്കാനായിട്ട്. പറഞ്ഞറിയിക്കാൻ വയ്യ. നല്ല റിലാക്സ്ഡ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ. എന്താ ഇവിടെ കാണുന്നത് ഡിയർ പാർക്കാണ്. മുൻപ് നമ്മൾ ഇതുവഴിയൊക്കെ വരുമ്പോൾ നിറയെ മാനുകളെ കാണാമായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്കാർ ഡിസ്റ്റർബൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ മതിലൊക്കെ ഒന്ന് ഉയർത്തി ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബോട്ടിങ് ചെയ്ത് നമുക്ക് അവിടെ എത്താൻ വേറെ വഴിയുണ്ട് കേട്ടോ. ഇതൊക്കെ നെയ്യാർ ഡാമിൻ്റെ കൈവഴികളാണ്. നല്ല ചിത്രം വരച്ചതുപോലെ ഉണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നമ്മൾ മൊബൈലിൽ എടുക്കുന്ന പോലെ അല്ല. ഇത് നെയ്യാർ ഡാമിലെ സ്കൂളാണ്. ഞാൻ ഹയർ സെക്കൻഡറിക്ക് ഇവിടെയാണ് പഠിച്ചത് കേട്ടോ. ഞങ്ങൾ ഊണ് ആണ് ഓർഡർ ചെയ്തത്. ഒരു ഫിഷ് ഫ്രൈ ഒക്കെ പറഞ്ഞു. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ സാധാരണ ഇപ്പോൾ ഊണേ കഴിക്കാറുള്ളൂ കേട്ടോ. നല്ല ഊണായിരുന്നു. നല്ല മീൻകറിയും പരിപ്പും പപ്പടവും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു. നല്ലൊരു ഊണ് കഴിച്ചു. എന്നിട്ട് ഇത് നെയ്യാർ ഡാമിൻ്റെ ബോട്ടിങ് ഏരിയ ആണേ. അപ്പോൾ മോൾക്ക് ബോട്ടിൽ കയറാൻ പേടിയാണ്. പിന്നെ ഞങ്ങളവിടെ കാഴ്ചകളൊക്കെ കണ്ട് കുറേ നേരം ഇരുന്നു. നല്ല മരത്തണലും നല്ല കാറ്റും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ കുറേ നേരം ഇരുന്നു. പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടാണ് ചീങ്കണ്ണി പാർക്കുള്ളത് കേട്ടോ. നമ്മളവിടെ ഒരുപാട് തവണ കയറിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയില്ല. കുറേ നേരം അവിടെ ഇരുന്ന് പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു. ഞങ്ങളെ വീട്ടിലേക്കൊരു 4 കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ നെയ്യാർ ഡാമിൽ നിന്ന്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട്. പിന്നെ വീട്ടിലെത്തി ഒരു സമോസ പിന്നെ ചായയൊക്കെ ഇട്ട് കുടിച്ചു. പിന്നെ നമ്മളൊരു ബനാന പപ്സ് വാങ്ങി ഒരു 3-4 പേർക്ക് കഴിക്കാൻ കേട്ടോ. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ രാത്രിത്തേക്ക് കുറച്ച് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ഇന്നത്തെ ദിവസം കഴിഞ്ഞു.